വെച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ കാപ്പിക്ക് ഇന്ന് മുട്ടക്കറിയൊന്നും ഉണ്ടാക്കിയാലോ? എന്നാ അങ്ങനെ ഉണ്ടാക്കാം. ഓ ഇവള് ഭയങ്കര കുറയാണല്ലോ. ഇവളാണ് കോഴി ഇടുന്ന മുട്ടയിലും അധികം കഴിക്കുന്നത്. കൈ തന്നേ. ഓ ഓ ഓ ഇന്ന് മമ്മി ഇവിടെ നാടൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് ഇപ്പോൾ ഗ്യാസിൽ വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് സ്വല്പം ഉപ്പുപൊടി, സ്വല്പം വിനാഗിരി ഇത് ചേർത്താൽ നമുക്ക് മുട്ട പൊളിച്ചു കഴിയുമ്പോൾ അത് ഒട്ടും പിടിക്കില്ല തൊണ്ടയിൽ. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ചീനിച്ചട്ടിയാണ് ഇന്ന് എടുക്കുന്നത്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് സ്വല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് സവോള ഇട്ട് കൊടുക്കാം. 3 സവോളയാണ് ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇത് നല്ല കട്ടിയുള്ള ചീനിച്ചട്ടി ആയതുകൊണ്ട് ഇത് നന്നായിട്ട് പെട്ടെന്ന് സവോള മൂത്ത് വരും. എന്ന് വെച്ചാൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീനിച്ചട്ടിയാണ്. ഒരു 40 വർഷം പഴക്കമുള്ളതാണ്. നല്ല കട്ടിയുള്ള ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. ഇങ്ങനത്തെ പാത്രത്തിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് നല്ല ഉപയോഗിക്കാനും നല്ല എളുപ്പമാണ്. ഞാൻ അപ്പുറത്തെ ഗ്യാസിൽ മുട്ട പുഴുങ്ങാനായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. അതും ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവോള നന്നായി മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, ഇപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അത് കരിയാപ്പില ഇപ്പോൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ പച്ചപ്പ് പോകാതിരിക്കാനാണ് ഞാൻ ലാസ്റ്റ് കരിയാപ്പില ഇടുന്നത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ചാറ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും കൂടെ നന്നായിട്ട് ചൂടായണം. നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ്. ഒട്ടും ഇത് തൊണ്ടയിൽ പിടിക്കാതെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ വിനാഗിരിയും ഉപ്പും ഇട്ട് പുഴുങ്ങിയ മുട്ടയാണ്. അതുകൊണ്ട് ഒട്ടും തൊണ്ട് പിടിക്കുകയില്ല മുട്ടയുടെ വെള്ളയിലോട്ട്. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പുതിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു സ്വല്പം പോലും ഇത് തൊണ്ടയിൽ പിടിച്ചിട്ടില്ല. ഉണ്ടോ? നല്ല പിടീന്ന് പൊളിച്ചെടുക്കാം. ഉണ്ടോ? പെട്ടെന്നായിക്കോളും. അതുപോലെ വിനാഗിരിയും ഉപ്പും ഇട്ട് പുഴുങ്ങിയാൽ മതി. ഞാൻ ഈ മുട്ട ഒന്ന് വരഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഗ്രേവിക്കകത്തേക്ക് ഇടുകയാണ്. കണ്ടോ? ഇതുപോലെ ഒന്ന് വരയണം. അത് അതിൻ്റെ അരപ്പൊക്കെ അതിനുള്ളിലേക്ക് കയറി ചെല്ലാനാണ്. ഇതുപോലെയാണ് ഗ്രേവി ഇരിക്കേണ്ടത്. മുട്ട അതിനകത്ത് മുങ്ങി കിടക്കണം. കണ്ടോ?
ഇത് ഇതുപോലെ ഇതൊരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഈ ഗ്രേവിക്കകത്ത് ഇട്ട് ഗ്യാസിൽ തന്നെ ഇരിക്കണം. 2 മിനിറ്റ് നേരം മുട്ട ഇപ്പം നല്ല ഗ്രേവി എല്ലാം ആയി, മുട്ടയിലെല്ലാം പിടിച്ചിരിക്കുകയാണ്. നല്ല ഗ്രേവി ഉണ്ട്. ഇതുപോലെ ഗ്രേവി വേണം. നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഗ്രേവി ഇല്ലാതെ കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നല്ല ഗ്രേവി വേണം. എൻ്റെ നാടൻ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുകയല്ലേ? ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ എന്നോട് അഭിപ്രായം ഒന്ന് പറയണം.